So students, today we are going to discuss about microorganisms. First of all, what are microorganisms? They are the organisms can be seen with the help of a microscope. So നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെയാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. So microorganisms, Anton van Leeuwenhoek perhaps was the first to observe microbes using microscope. So actually Anton van Leeuwenhoek invented a microscope, so he may be the first to observe microbes through microscope. And we are now explaining some of the famous personalities in the field of microbiology. They are Louis Pasteur. He is considered as father of bacteriology, and Robert Koch, considered as father of medical microbiology. So contribution of Robert Koch will explain in the succeeding slides. So now we are going to discuss about where these microorganisms are classified under. For that, Carl Woese proposed a 3-domain system, and he classified bacteria and archaebacteria under prokaryotes and eukaryotes as a separate group. So bacteria were placed first, and archaebacteria is actually a connecting link between bacteria and eukaryotes. സോ ഇതിനെക്കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ക്ലാസിഫിക്കേഷനിലാണ് ബാക്ടീരിയയുടെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. പ്രോകാരിയോട്ടിൻ്റെ അണ്ടറിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കാൾ വൂസ്. എന്തുകൊണ്ടാണ് ആർക്കിബാക്ടീരിയ എന്ന് പറയുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കിയൻസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമായിരുന്നു. വൈ ദേ ആർ നോൺ ആസ് ആർക്കിബാക്ടീരിയ? because they are the inhabitants of like or പുരാതനമായിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ദിസ് പ്രിമിറ്റീവ് എൻവിയോൺമെൻറ്റിൽ ഇൻഹാബിറ്റൻസ് ആയിരുന്ന ഓർഗാനിസംസിനെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് കൊണ്ടുവരേണ്ടിയിരുന്നു. ബിക്കോസ് ദേ മേ ബി ഇവോൾവ്ഡ് ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രകാരം. ബട്ട് വൈ കാൾ വൂസ് placed archaeans in between or as a connecting link between bacteria and eukarya? Because archaeans have some peculiar features. In some, when we consider some of the characters, they may be closely linked to bacteria. But നമ്മൾ വേറെ കുറച്ച് ആസ്പെക്റ്റുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് യൂക്യാരിയോട്സിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. സോ പ്രോകാരിയോട്ടിൻ്റെയും യൂക്യാരിയോട്ടിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരാളായിരിക്കണം ഒരു കണക്റ്റിംഗ് ലിങ്ക് ആവാൻ പറ്റുന്ന ഒരാൾ. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ആർക്കിയൻസിനെ ഇൻ ബിറ്റ്വീനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പല മോളിക്കുലാർ മെഷീനറീസും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു യൂക്യാരിയോട്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. സോ പ്രോകാരിയോട്ടിൽ നമ്മുടെ ബാക്ടീരിയക്കകത്ത് വരുന്ന സാധനങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. So in the previous slide I explained about Koch as father of medical microbiology. So here is the reason. Koch postulates or germ theory of diseases. Actually, Koch conducted an experiment and he concluded some points from that experiment. These points or postulates is known as
ജേം തിയറി ഓഫ് ഡിസീസസ്. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ആക്ച്വലി ജേം തിയറി ഓഫ് ഡിസീസസ് എന്ന് പറയുന്നതിൽ. ഒരു ഡിസീസും ഒരു ജേമും, അഥവാ എവറി ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ജേം എന്നാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഹി കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് നോട്ട് ഡൗൺ some points, and here is that points, Koch postulates. So first postulate is that the microorganisms must be found in abundance in all organisms suffering from the disease. സോ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിനകത്ത് ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമലിനകത്ത്, ഒരു ഓർഗാനിസത്തിനകത്ത് എന്തായാലും മൈക്രോ ഓർഗാനിസംസ് കാണണം എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബട്ട് ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഇൻ എ ഹെൽത്തി ഓർഗാനിസം. ഹെൽത്തി ഓർഗാനിസത്തിനകത്ത് മൈക്രോ ഓർഗാനിസത്തിനെ, ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ പാടില്ല. അപ്പോൾ ഇവിടെ രണ്ട് പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ആനിമലും, രണ്ടാമത്തത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലും തന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ, മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ സെല്ലിനകത്തോ അല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്റ്റ് ചെയ്തതായിട്ടുള്ളത് കാണാൻ പറ്റില്ല. അവരുടെ റെഡ് ബ്ലഡ് സെൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? റെഡ് ബ്ലഡ് സെൽസ് മാത്രം, ആ റെഡ് ഡോട്ടിലിട്ടിട്ട് റെഡ് ബ്ലഡ് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ മൈക്രോ ഓർഗാനിസംസിനെ ഒന്നും കാണാൻ പറ്റില്ല. ബട്ട് ഇഫ് യു കൺസിഡർ എ ഡിസീസ്ഡ് ആനിമൽ, then along with this RBC you can see the pathogen or the antigen which cause that particular disease. ആ പെർട്ടിക്കുലർ ഡിസീസ് കോസ് ചെയ്യുന്ന ആൻറ്റിജനെയും നമുക്ക് എന്തിൽ കാണാൻ പറ്റും? അല്ലെങ്കിൽ ആ പാത്തോജനെയും നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ അലോങ് വിത്ത് റെഡ് RBCയുടെ കൂടെ കാണാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ പോസ്റ്റ്ലേറ്റ്. അപ്പോൾ എന്താണ് ഫസ്റ്റിലെ പോസ്റ്റ്ലേറ്റ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ഹെൽത്തി ഇൻഡിവിജ്വൽസിനകത്ത് ഡിസീസ് കോസിങ് ഇൻഡിവിജ്വൽസ് ജേംസ് ഉണ്ടാവില്ല. ബട്ട് ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനകത്ത് ഡെഫിനറ്റായിട്ടും നിർബന്ധമായിട്ടും അതിനകത്ത് ഒരു മൈക്രോ ഓർഗാനിസം കാണണം എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. The microorganisms must be isolated from a diseased organism and grown in a pure culture. So the second step is the isolation. So what is isolation? It is the separation of a particular specific pathogen from others. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ഈ പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ക്യാൻ ബി കൾച്ചേർഡ് വെൻ വി സപ്ലൈ പർട്ടിക്കുലർ മീഡിയ ഫോർ ദെയർ ഗ്രോത്ത്. ആ മൈക്രോ ഓർഗാനിസം വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു മീഡിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി കൾച്ചേർഡ്. പ്യുവർ കൾച്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. ബിക്കോസ് അതിനെ മാത്രമേ നമ്മൾ, ആ മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ നമ്മൾ കൾച്ചർ ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അതിനെ നമ്മൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള ഒരു മീഡിയയിൽ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. അതിനെയാണ് പ്യുവർ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഫ്രം എ healthy animal you are not supposed to get any pathogen. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് മൈക്രോ ഓർഗാനിസത്തിനെ പ്യുവർ കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി തേർഡത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ കൾച്ചേർഡ് മൈക്രോ ഓർഗാനിസം ഷുഡ് കോസ് ഡിസീസ് വെൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു എ ഹെൽത്തി ഓർഗാനിസം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ഉണ്ട്, അതിനകത്തുനിന്ന് നമ്മളൊരു സസ്പെക്റ്റ് ചെയ്ത പാത്തോജനെ നമ്മൾ കണ്ടെത്തി, അതിനെ നമ്മൾ പ്യുവർ കൾച്ചർ ചെയ്തു. ഈ പ്യുവർ കൾച്ചർ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മളൊരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ഇൻഫെക്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഹെൽത്തി ആനിമൽ ആൻഡ് മസ്റ്റ് കോസ് ഡിസീസ്. ആ ഹെൽത്തി ഇൻഡിവിജ്വലിനകത്തും അതൊരു ഡിസീസ് കോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ
അങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനകത്ത് നിന്ന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഫോർത്ത് പോസ്റ്റുലേറ്റ്സ് നോക്കാം. ദ മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി റീഐസൊലേറ്റഡ് ഫ്രം ദി ഇനോക്കുലേറ്റഡ് ഡിസീസ്ഡ് എക്സ്പെരിമെൻ്റൽ ഹോസ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ആസ് ബീയിങ് ഐഡൻറ്റിക്കൽ ടു ദ ഒറിജിനൽ സ്പെസിഫിക് കോസേറ്റീവ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ രണ്ടാമത് പ്യുവർ കൾച്ചർ ചെയ്ത് നമ്മളൊരു ഹെൽത്തി ഇൻഡിവിജ്വലിന് കൊടുത്ത മൈക്രോ ഓർഗാനിസം അവിടെ ഡിസീസ് കോസ് ചെയ്ത് ആ ഇൻഡിവിജ്വലിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ പാത്തോജനെ ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഈ സാധനത്തിനെ വീണ്ടും പ്യുവർ കൾച്ചർ ചെയ്യുകയാണ്. ഈ പ്യുവർ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ കിട്ടിയ പ്യുവർ കൾച്ചറിലെ മൈക്രോ ഓർഗാനിസവും തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടി പ്യുവർ കൾച്ചർ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഒന്നാണെന്ന് ഉറപ്പിക്കണം. അതിനർത്ഥം എന്താ? ദിസ് മൈക്രോ ഓർഗാനിസം ആണ് എന്തിന് കാരണം? ഈ ഡിസീസ് കോസ് ചെയ്യാനുള്ള കാരണം എന്നാണ് പറയുന്നത്. സോ എന്താ പറയുന്നത്? ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൈക്രോ ഓർഗാനിസവും മുന്നേ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത പ്യുവർ കൾച്ചർ ചെയ്ത മൈക്രോ ഓർഗാനിസം വൺ ആൻഡ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഈ ഒരു പാത്തോജൻ തന്നെയാണ് ത്രൂ ഔട്ട് ആ ഒരു ഡിസീസ് സൈക്കിളിനകത്ത് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ദിസ് 4 postulates are known as Koch postulates or germ theory of diseases. So simply നമ്മൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, എവറി ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ germ or microorganism. That microorganism can be isolated and pure cultured. ഇനി ദെൻ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്യുവർ കൾച്ചറിൽ നിന്ന് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതിനെയാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഐസൊലേറ്റഡ് മൈക്രോ ഓർഗാനിസം ക്യാൻ കോസ് ഡിസീസ് ഇൻ ആൻ ഹെൽത്തി ഇൻഡിവിജ്വൽ. ഇനി ഹെൽത്തി ഇൻഡിവിജ്വലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇതിനെ ഐസൊലേറ്റ് ചെയ്യാനും പ്യുവർ കൾച്ചർ ചെയ്യാനും പറ്റും എന്നാണ് ഈ ഫോർത്ത് പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. So here I am going to explain about concept of immunity. So what is immunity? Immunity is the resistance against a particular disease. So immunity can be classified into two. They are passive immunity and active immunity. So passive immunity means you don't have any role to get. സോ നമുക്ക് പാസീവായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജനനത്തോടു കൂടെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയെയാണ് കൊളസ്ട്രം, നിങ്ങൾക്കറിയാനുണ്ടാവും. കൊളസ്ട്രം എന്ന് പറയുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി അഥവാ മദറിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. കുട്ടിക്ക് അതിൽ ആക്ച്വലി വലിയ റോളൊന്നുമില്ല, പക്ഷെ മദറിൻ്റെ മിൽക്കിൽ നിന്നുമാണ് ശരിക്കും ആ ആൻറ്റിബോഡീസ് അവർക്ക് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടുന്നത്. സോ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദ ഇമ്മ്യൂണിറ്റി യു വിൽ ഗെറ്റ് വെൻ യു ഗെറ്റ് എക്സ്പോസ്ഡ് ടു എ പെർട്ടിക്കുലർ പാത്തോജൻ. സോ യു ആർ ആക്ച്വലി ഗെയിനിങ് ഓർ അക്വയറിങ് ദാറ്റ് പെർട്ടിക്കുലർ immunity at a certain condition, at a special occasion. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആൻറ്റിജനുമായിട്ട് എന്താ എക്സ്പോസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി. സോ ദ കൺസെപ്റ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി വാസ് ഡെവലപ്ഡ് ബൈ ലൂയിസ് പാസ്ചർ in 1881 when he conducted an experiment. In this experiment, he injected one group of animals with anthrax vaccine he had developed. So, in this experiment, he had two groups. One group is vaccinated and the other group is as a control unit. So, in the second or control group, the animals were not given the vaccine. So after a few weeks, he injected live anthrax vaccine
anthrax bacteria to both the groups. So those who got vaccines got survived. So vaccine കിട്ടിയ ഇൻഡിവിജ്വൽസ് സർവൈവ് ചെയ്തു. വാക്സിൻ കിട്ടാത്തവര് ആന്ത്രാക്സ് വന്ന് ഡെഡ് ആവുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഈവൻ ദ ലൈവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്ത്രാക്സ് ബാക്ടീരിയ, സോ ലൈവായിട്ട് ഈ ഉള്ള ആന്ത്രാക്സ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് പോലും എന്തുകൊണ്ട് ചില ഗ്രൂപ്പ് അല്ലെങ്കിൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്തുകൊണ്ട് സർവൈവ് ചെയ്തു? ബിക്കോസ് ദേ ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ ആന്റിജൻ. ആന്ത്രാക്സിനെതിരെ അവർക്ക് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് സ്ലൈഡുകളിൽ. സോ അതിന്റെ മുന്നേ വാക്സിൻ എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. വാക്സിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രിപ്പറേഷൻ ദാറ്റ് പ്രൊവൈഡ് സം active or acquired immunity to a particular infection, to a particular infectious disease. ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരെ അക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടി, ഇറ്റ് ഈസ് നോട്ട് പാസീവ്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി തന്നെയാണ്. അഥവാ നമ്മൾ അതിനകത്ത് കുറച്ച് പണി ചെയ്യേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ആ ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രിപ്പറേഷൻസിനെ പറയുന്ന പേരാണ് വാക്സിൻ എന്നുള്ളത്. അപ്പോൾ ഈ വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് എയ്തർ അറ്റ്യൂനുവേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അഥവാ മൈക്രോ ഓർഗാനിസം ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള, അവർക്ക് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം. അപ്പൊ ആ മൈക്രോ ഓർഗാനിസത്തിനെ ശരീരത്തിന് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ആന്റിജൻ ആയിട്ട്. സ്റ്റിൽ ദേ വിൽ കൺസിഡർ ദാറ്റ് പെർട്ടിക്കുലർ അറ്റ്യൂനുവേറ്റഡ് മൈക്രോ ഓർഗാനിസം ആസ് ആന്റിജൻ. സോ ആന്റിജനെതിരെ എന്തൊക്കെയാണോ ശരീരം ചെയ്യുന്നത് അതൊക്കെ ഇവർക്കെതിരെയും ചെയ്യും. പക്ഷെ ഇവരോ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓർ മൈക്രോബിന്റെ ടോക്സിൻ ആവാം, അവരിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനും ആന്റിജനായിട്ട് വാക്സിനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓർ ഇറ്റ്സ് സർഫസ് പ്രോട്ടീൻ, അഥവാ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റിജൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി ഹോൾ ബോഡി ഓഫ് ദി മൈക്രോ ഓർഗാനിസംസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ആന്റിജൻ അറ്റ് ഇൻ സം കേസസ്. എല്ലാ കേസിലും ഹോൾ ആന്റിജനെ അല്ല ആക്ച്വലി ഒരു ബോഡി, നമ്മുടെ ബോഡി ആന്റിജനായിട്ട് കാണുന്നത്. അതിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ അവരുടെ സെൽ വാളിനകത്തോ മെംബ്രെയിനകത്തോ ഒക്കെ ഉള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ ദാറ്റ് പ്രോട്ടീൻ ക്യാൻ ആക്ട് ആസ് ആന്റിജൻ. അപ്പൊ അവിടെ നമ്മളൊരു ഹോൾ ബോഡീനെ അല്ല ആക്ച്വലി പലപ്പോഴും നിങ്ങൾ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇമ്മ്യൂണോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകും. കാരണം ഇമ്മ്യൂണോളജിയിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ലുണ്ട്. ആന്റിജൻസിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അത് പിന്നെ നമ്മളെ ശരീരത്തിനകത്ത് ഒരു ആന്റിജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആന്റിജൻ പ്രസന്റിങ് സെൽസ് അതിന്റെ ആന്റിജനിക് പ്രോപ്പർട്ടി ഉള്ള പാർട്ടിനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിന് വേണ്ടി പ്രസന്റ് ചെയ്യും. എന്നിട്ട് അവരാണ് അതിനെതിരെയുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. ആന്റിജൻ പ്രസന്റിങ് സെൽസ് ഒരിക്കലും ഹോൾ ആന്റിജൻ ആയിട്ടല്ല ഇതാക്കുക. ചിലപ്പോൾ മേ ബി എ പ്രോട്ടീൻ, സർഫസ് പ്രോട്ടീൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ആയിരിക്കാം, അതിനെതിരെ ആയിരിക്കാം എന്തുണ്ടാവുക, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഈവൻ എ പാർട്ട് ഓഫ് എ ആന്റിജൻ ക്യാൻ ആക്ട് ആസ് വാക്സിൻ ആണ് ഇവിടെ പറയുന്നത്. സോ വാക്സിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് കരുതുന്നു. സോ ഇൻ ദിസ് സ്ലൈഡ് വി ആർ going to explain about the concept of immunity. So in this one experiment is there and the cellular response against to that particular condition is also represented in the right side. So in this experiment how individuals gets immunity എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. For that we are taking one group sheep group A, sheep group B. So in the first type of animals we are giving anthrax bacteria
they are heat killed. That means they can act as antigen but are unable to cause disease. Disease cause ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, but still they can act as antigen. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷീപ്പ് ഗ്രൂപ്പ് ബി, നോ എക്സ്പോസ്ഡ് or not exposed to anthrax. That means അവർക്ക് ആന്ത്രാക്സിന്റെ എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. അപ്പൊ ആന്ത്രാക്സിന്റെ എക്സ്പോഷർ ഉണ്ടാവാത്ത ഒരു ഗ്രൂപ്പ് രണ്ടാമത്തെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആന്ത്രാക്സ് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് എക്കും ആന്ത്രാക്സിന്റെ എക്സ്പോഷറേ കിട്ടാത്ത ഗ്രൂപ്പ് ബിയിലേക്കും ആന്ത്രാക്സ് ലൈവ് ആയിട്ടുള്ള ആന്ത്രാക്സിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. So the results will be those who got anthrax heat killed got survived. Group A will survive and group B will die. What may be the reason? Because this is the reason, the cellular response against antigen. So നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ഗ്രൂപ്പിനകത്തേക്ക് നമ്മൾ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ആന്ത്രാക്സിനെ കൊടുത്തപ്പോൾ സ്റ്റിൽ ദ ബോഡി ഓഫ് ദ ഷീപ്പ് കൺസിഡേർഡ് ദാറ്റ് പെർട്ടിക്കുലർ ആന്ത്രാക്സ് ആസ് ആന്റിജൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ആന്റിബോഡി അഗെയിൻസ്റ്റ് ദാറ്റ്. സോ ഒരു പ്രാവശ്യം കൂടി ആന്ത്രാക്സിന്റെ ഇൻഫെക്ഷൻ വന്നപ്പോൾ പോലും മറ്റേത് ഹീറ്റ് കിൽഡ് ആണ് എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം അതിനെതിരെയുള്ള ആന്റിബോഡി എന്നൊക്കെ പറയുന്നത് ആന്ത്രാക്സിനെതിരെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആന്ത്രാക്സിന്റെ ലൈവ് സ്ട്രെയിൻ വന്നപ്പോൾ പോലും അതിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനെതിരെയുള്ള ആന്റിബോഡി ഓൾറെഡി ശരീരത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എ. പക്ഷെ ഗ്രൂപ്പ് ബിക്കാരുടെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ഈ ആന്ത്രാക്സിന്റെ ഫസ്റ്റ് എക്സ്പോഷർ ആണ്. സോ അവർക്ക് ആന്ത്രാക്സ് ആദ്യമായിട്ടാണ് അവരുടെ ബോഡി ഇങ്ങനെ ആന്ത്രാക്സിനെ കാണുന്നത്. സോ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടൈം എടുത്തു. ആ ടൈം എടുത്തപ്പോഴത്തിന് ഇവര് മരിക്കുകയും ചെയ്തു. അതാണ് എക്സ്പെരിമെന്റ്. സോ എന്താണ് സെല്ലിനകത്ത് നടക്കുന്നത്? when they get exposed to a particular antigen, cellular response against antigen ആണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത്, എന്താണ് സെല്ല് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. ഒരു ആന്റിജനെ റാബിറ്റിനകത്തേക്ക് ഇൻജെക്ട് ചെയ്യുക, അഥവാ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ആന്റിജൻ. സോ ആ ആന്റിജൻ നമ്മൾ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ആന്റിജൻ, അവിടെ ബി സെൽസ് ഉണ്ട്, ആന്റിജൻ ആക്ടിവേറ്റ്സ് ബി സെൽസ്. ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽസ് മെമ്മറി സെൽസ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് മെമ്മറി സെൽസ് എന്ന് പറയുന്നത്. ദേ വിൽ മെമ്മറൈസ് ദാറ്റ് പെർട്ടിക്കുലർ ആന്റിജൻ. അപ്പോൾ ഈ ആന്റിജനെ പിന്നീട് ഏത് സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ബ്ലഡിനകത്തുള്ള ഈ മെമ്മറി സെൽസ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യപ്പെടും. സോ മെമ്മറി സെൽസ് വിൽ മെമ്മറൈസ്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള ആ പെർട്ടിക്കുലർ രോഗം രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ മെമ്മറി സെല്ല് റാപ്പിഡ് ആയിട്ട് വരെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ ചില രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് വരില്ല എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഈ മെമ്മറി സെൽസ് ആണ്. അവർ ഫാസ്റ്റ് ആയിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യും. സോ യൂഷ്വൽ കേസിൽ ബി സെൽസ് ആക്ടിവേറ്റ് ആയിപ്പെടണം, ബി സെൽസ് മെമ്മറി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ ഈ മെമ്മറി സെൽസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പെർട്ടിക്കുലർ ആന്റിജനെതിരെയുള്ള ആന്റിബോഡി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ആന്റിബോഡിനെ നമുക്ക് സെറത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ പോളിക്ലോണൽ ആന്റിബോഡീസ് can be taken from that particular rabbit. അഥവാ പോളിക്ലോണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരുപാട് ക്ലോണുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആന്റിബോഡി. ആ പോളിക്ലോണൽ ആന്റിബോഡി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ ആന്റിബോഡീസ് കിട്ടും. ആന്റിബോഡീസിനെ നമുക്ക് ശരീരം അതിന്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സോ എന്താണ് സെല്ലുലാർ റെസ്പോൺസ് എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. B cell activation, memory cells get activated and
secretion of antibodies. Antibodies provide antibody എന്ത് ചെയ്യും ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ cellular response against antigen will take place. Now we are explaining about the microorganisms and their broad classification. Microorganisms can be classified into two. They are prokaryotic microorganisms and eukaryotic microorganisms. Prokaryotic microorganismത്തിനകത്ത് ഈക്കോളൈ അങ്ങനെ അതുപോലത്തെ ബാക്ടീരിയൽ ഗ്രൂപ്പും ഒക്കെ വരുന്നുണ്ട്, ആർക്കിയൻസ് ഒക്കെ വരുന്നുണ്ട്. യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അഥവാ യൂക്കാരിയോട്ടിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനകത്ത് ആൽഗകളുണ്ട്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗകളുണ്ട്, പക്ഷെ ചില ആൽഗകൾ മൈക്രോസ്കോപ്പിക് ആണ്. ഫഞ്ചി ഉണ്ട്, ഈസ്റ്റ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ മൈക്രോ ഓർഗാനിസത്തിന്റെ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളതും യൂക്കാരിയോട്ടിക് ആയിട്ടുള്ളതും. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ്, അഥവാ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അല്ല. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഇസ് അബൌട്ട് മൈക്രോ ഓർഗാനിസംസ്, prokaryotic and eukaryotic. So let us look at what are the main difference between prokaryotes and eukaryotes. First of all, circular DNA is present in cytosol. In the right side you can see a picture where you can see their genetic material is suspended in cytosol. So in eukaryotes, their genetic material is linear, which is present inside the nucleus. So membrane bound cell organelles are absent, and membrane bound cell organelles like endoplasmic reticulum, Golgi, etc. can be seen in eukaryotes. So the place where the genetic material is situated is known as nucleoid, and it is nucleus in eukaryote. It is membrane bound. Single chromosomes will be there, and in eukaryotes it's several. And plasma membrane typically lacks receptors. Plasma membrane with lot of receptors in eukaryotes. Complex cell wall is present, which mostly contains peptidoglycan. So they may be cellulosic or chitinous, as the case may be. And DNA transcription and translation occurs simultaneously in cytosol, and DNA transcription in nucleus and mRNA translation in cytosol. So actually the major difference between this prokaryote and eukaryote is that both transcription and translation are spatially separated in eukaryote but is absent in prokaryote. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് സ്പേഷ്യൽ സെപ്പറേഷൻ വരുന്നത്? എന്താണ് നമുക്ക് DNA യിൽ നിന്നും RNA ഉണ്ടാകുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നും RNA യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനെ ട്രാൻസ്ലേഷൻ എന്നുമാണ് പറയാം. സോ DNA to mRNA is transcription, mRNA to protein is translation. So transcription in eukaryote, ഇവിടെ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലുള്ള ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ബ്ലൂ ഡോട്ട് ഇട്ടിട്ടുള്ള ഫിഗർ. അതിൽ DNA കാണുന്നത് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസിനകത്തുള്ള DNA അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ ടു ഫോം mRNA, mature mRNA. This mRNA, this process is known as transcription, and this mRNA will be transported to the cytosol. Cytoplasmത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. So the process of transcription occurs inside the nucleus. So it is spatially separated. ഏതിൽ നിന്നും? From translation. It occurs cytoplasm. Cytoplasmത്തിൽ വെച്ചിട്ടാണ് അത് occur ചെയ്യുന്നത്. So
ഒന്ന് ഒരു ഭാഗത്തും വേറൊന്ന് വേറൊരു ഭാഗത്തുമാണ് യൂക്കാരിയോട്സിൽ. കാരണം എന്താ? ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവുന്നത് കൊണ്ട് അല്ലെ. മെംബ്രെയിനകത്ത് വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ, ആൻഡ് ട്രാൻസ്ലേഷൻ ഈസ് സ്പേഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ഇറ്റ് occurs in cytoplasm. But in the case of prokaryote, in the left side picture, there is no definite nuclear membrane. So it is both a transcription and translation എന്ന് പറയുന്നത് are not spatially separated but occur simultaneously. mRNA ഉണ്ടായ ഉടനെ തന്നെ it will undergo translation. So അതാണ് സ്പേഷ്യൽ സെപ്പറേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ഫ്ലജല്ല പ്രസന്റ് ആയിരിക്കാം. ഫ്ലജല്ല പ്രസന്റ് ആണെച്ചെങ്കിൽ സിമ്പിൾ ആയിരിക്കും പ്രോകാരിയോട്ടിന്റെ അകത്ത്, ബട്ട് ഇറ്റ് ഇസ് കോംപ്ലക്സ് ഇൻ യൂകാരിയോട്ട്. പൈലെ ഫിംബ്രിയെ പോലെയുള്ള സർഫസ് അപ്പൻഡേജസ് കാണാൻ പറ്റും പ്രോകാരിയോട്ടിനകത്ത്, ബട്ട് സിലിയ മാത്രമേ യൂകാരിയോട്ടിനകത്ത് കാണാൻ പറ്റുള്ളൂ. ഇനി 1 സെറ്റ് ഓഫ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. ഇതിനെയാണ് ഹാപ്ലോയിഡ് ജീനോം എന്ന് പറയാം. 2 സെറ്റ് ഓഫ് ക്രോമസോമും അല്ലെങ്കിൽ അതിനകത്ത് മോർ ദാൻ 1 കോപ്പി ഓഫ് ഈച്ച് ജീനും ഉണ്ടാവും. ഡിപ്ലോയിഡ് ജീനോം ആയിരിക്കും മിക്കവാറും യൂകാരിയോട്സിനകത്ത് ഉണ്ടാവുക. ഇനി പ്ലാസ്മിഡ്സ് കാണാം പ്രോകാരിയോട്ടിനകത്ത്. പ്ലാസ്മിഡ്സ് നോട്ട് കോമൺ ആണ് യൂകാരിയോട്ടിനകത്ത്. ലിറ്റിൽ റെപ്പിറ്റേറ്റീവ് DNA ആയിരിക്കും, കോമ്പാക്റ്റ് ആയിട്ടുള്ള DNA ആയിരിക്കും, റിപ്പീറ്റേഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ മോസ്റ്റ് റീജിയൻസ് ആർ റിപ്പീറ്റേറ്റീവ് ആണ് യൂകാരിയോട്ടിനകത്ത്. ഇനി ഗ്ലൈക്കോ കാലിക്സ് കവർ എന്ന് പറഞ്ഞിട്ടൊരു കവറിങ് ഉണ്ടായിരിക്കാം, പക്ഷെ ചിലപ്പോൾ ഗ്ലൈക്കോ കാലിക്സ് ഓൺലി ഇഫ് നോ സെൽ വാൾ. സെൽ വാൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഗ്ലൈക്കോ കാലിക്സിന്റെ ഒരു കവർ കാണാൻ പറ്റൂ. ഇനി സ്മോൾ റൈബോസോംസ്, ലാർജ് റൈബോസോംസ് ഉണ്ടായിരിക്കും. നോൺ ഹിസ്റ്റോൺസ് ഇൻ ക്രോമസോം. ക്രോമസോമിലെ ഹിസ്റ്റോൺസ് ഉണ്ടാവും, സോറി നോ ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺസ് ആബ്സെന്റ് ആണ് ക്രോമസോമുമായിട്ട് ബൗണ്ട് ചെയ്ത രീതിയിലുള്ളത്. പക്ഷെ DNA നോർമലി ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടായിരിക്കും യൂകാരിയോട്ടിനകത്ത്. സൈറ്റോസ്കെലിറ്റൻ ആബ്സെന്റ് ആണെന്നുണ്ട്, സൈറ്റോസ്കെലിറ്റൻ പ്രസന്റ് ആണ് യൂകാരിയോട്ടിനകത്ത്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു wall layer കാണാൻ പറ്റും പ്രോകാരിയോട്ടിനകത്ത്, പക്ഷെ ക്യാപ്സ്യൂൾ കാണാൻ പറ്റില്ല. Their average size 0.5 to 100 micrometer, maybe 10 to 150 micrometer. Asexual reproduction by means of binary fission, but sexual reproduction in eukaryote is by means of meiosis and mitosis. So ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ജസ്റ്റ് എടുത്ത് എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ് നോക്കി. So here we are going to explain about the typical structure of a prokaryote. Here the example is bacteria. So ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാണാൻ പറ്റും? ഏറ്റവും പുറമെ അവർക്ക് കാണുന്ന കുറെ മുള്ളു പോലത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെ? അതാണ് സർഫസ് അഥവാ സർഫസിൽ കാണപ്പെടുന്ന അപ്പൻഡേജുകൾ ആണ് ഇത്. അതിൽ പെട്ട സർഫസ് അപ്പൻഡേജുകളാണ് ഫിംബ്രിയെ, പൈലെ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഈ വേറൊരു ബാക്ടീരിയനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. Then you can see another surface appendage, that is flagella. Flagella is meant for their locomotion. So ഇതാണ് സർഫസിലുള്ള അപ്പൻഡേജസുകൾ എന്ന് പറയുന്നത്. ഇനി അവർക്ക് എന്തുണ്ടായിരിക്കാം? ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും പുറമേ ഉള്ള ഒരു കവറിങ് ഉണ്ട്. ക്യാപ്സ്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപ്സ്യൂൾ പ്രസന്റ് ആണ്, പ്രസന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, ക്യാപ്സ്യൂള് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ് കാണാം. ഇൻസൈഡ് ദാറ്റ് യു ക്യാൻ സീ ദ സെൽ വാൾ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൽ വാളാണ് പിന്നീട് അതിനകത്ത് കാണാൻ പറ്റുക. ഇനി അതിനകത്ത് എന്തുണ്ട്? ഒരു സെല്ലുലാർ മെംബ്രെയിൻ ഉണ്ട്. സെല്ലുലാർ മെംബ്രെയിന് അകത്തേക്ക് കുറച്ച് ഇൻഫോൾഡിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടിപ്പിക്കൽ ഒരു ബാക്ടീരിയ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കാം. അതിനെയാണ് മീസോസോം എന്നൊക്കെ പറയാം. ദെൻ നമുക്ക് മീസോസോം കഴിഞ്ഞു. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സൈറ്റോപ്ലാസ് ആണ്. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് റൈബോസോംസിനെ കാണാൻ പറ്റും.
മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗാനിസം ഒന്നും തന്നെ ഉണ്ടാവില്ല. ക്രോമസോം അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ആ റീജിയൻ ആണ് ന്യൂക്ലിയോയിഡ് റീജിയൻ എന്ന് പറയുന്നത്. ക്രോമസോം ടിപ്പിക്കലി ഒരു സർക്കുലാർ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കാണാൻ പറ്റുക. സോ ദിസ് റെപ്രസെന്റ്സ് ദ ടിപ്പിക്കൽ പ്രോകാരിയോട്ടിക് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് യൂകാരിയോട്ടിന്റെ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ റെപ്രസെന്റേഷൻ കൂടി നോക്കാം. So here I took yeast as an example for eukaryotic microorganism. So typically eukaryote എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ membrane bound cell organelles will be there, a definite nuclear membrane will be there. So ഇതാണ് അതിന്റെ പ്രത്യേകത. എന്തൊക്കെ ഉണ്ടാവും? പുറമെ ഈസ്റ്റ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഫഞ്ചൈ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കൈറ്റിനസ് ആയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ടാകും. ഇൻസൈഡ് ദാറ്റ് യു ക്യാൻ സീ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ നകത്ത് ഇൻസൈഡ് ദാറ്റ് സൈറ്റോസോൾ, സൈറ്റോപ്ലാസം ഇസ് ദർ. സൈറ്റോപ്ലാസത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? സെല്ലുലാർ ഓർഗനൽസ് എല്ലാം തന്നെ ഉണ്ടാകും, റൈബോസോംസ് ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. അതിനകത്ത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ബഡ് സ്കാറും സംഭവങ്ങളൊന്നും നിങ്ങൾ ഇതിനകത്ത് കാര്യമായിട്ട് നോക്കണ്ട, കാരണം അത് ഈസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഈസ്റ്റ് ബഡ്ഡിങ് ഈസ്റ്റ് ആണ്, ബഡ് ഉണ്ടായതിന്റെ ഒരു സ്കാറാണ് കാണിക്കുന്നത്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്, മൈറ്റോകോൺട്രിയ, സെല്ലുലാർ ഓർഗനൽസ് എല്ലാം തന്നെ ഉണ്ടാകും. ഇങ്ങനെയായിരിക്കും യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.